ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ വട കൂട്ടുകറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. കൂട്ടുകറിക്ക് ആദ്യം വടയാണ് ഉണ്ടാക്കുന്നത്. 4 മണിക്കൂറെങ്കിലും ഉഴുന്ന് കുതിർത്തെടുക്കണം. ഇത് ഞാൻ തലേ ദിവസം കുതിരാനിട്ട ഉഴുന്നാണ്. ഉഴുന്ന് നന്നായി അരച്ചെടുക്കണം. ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യമെങ്കിൽ മാത്രം അല്പം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുത്തത്. അത് കഴിഞ്ഞ് 2 സ്പൂണ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഉഴുന്ന് ഇതുപോലെ നല്ല കട്ടിയായി തന്നെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഉഴുന്നുവടയിൽ ചേർക്കുന്നത് പോലെ തന്നെ മുളകും ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 പച്ചമുളകിൻ്റെ പകുതിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മാവിന് ആവശ്യമായ ഉപ്പ് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വടയുണ്ടാക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചൂടായ ഒരു ചീനിച്ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി മാവ് കുറച്ചായി കൈകൊണ്ടോ സ്പൂണ് കൊണ്ടോ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. മാവ് കയ്യിലെടുത്താൽ ഒട്ടുന്നതായതുകൊണ്ട് ആദ്യം കൈ വെള്ളത്തിൽ നനച്ചതിന് ശേഷം മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാവ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചുകൂടെ വലുതായി വരും. ഇത് ഒരുപാട് ഫ്രൈ ആയി കളർ ചേഞ്ചായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായൊന്ന് കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മാവിലും ഇതുപോലെ തന്നെ ചെറിയ വടകൾ ഉണ്ടാക്കിയെടുക്കാം. വടകളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിക്ക് വേണ്ടി അടുത്ത തേങ്ങാപ്പാലാണ് ആവശ്യമുള്ളത്. 1/2 ഗ്ലാസ് 1-ാം പാലും 1 ഗ്ലാസ് 2-ാം പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും ചതച്ച് വയ്ക്കുന്നുണ്ട്. ഇനി കൂട്ടുകറി തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് വലിയ കഷ്ണങ്ങളായി തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും വലിയ കഷ്ണങ്ങളായി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സവാളയും ഉരുളക്കിഴങ്ങും എണ്ണയിലിട്ട് ഒരു 5 മിനിറ്റെങ്കിലും വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ചൂടാക്കിയെടുക്കണം. പൊടികളെല്ലാം നന്നായി ചൂടായി അതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. കറി തിളച്ചു കഴിഞ്ഞാൽ അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചാൽ മതിയാകും. സവാളയും ഉരുളക്കിഴങ്ങും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി ചൂടായി വന്നാൽ മതിയാകും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കറിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും വട ഇതിൽ ചേർക്കുമ്പോൾ വട കുതിർന്ന് കറി കുറുകി വരും. തീയെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കാം.
തിരുവനന്തപുരം ഭാഗത്താണ് വടയിട്ട കൂട്ടുകറി മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. വടയും കൂട്ടുകറിയും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കടുക് വറുത്ത് ചേർത്താൽ വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ വടക്കൂട്ടുകറി റെഡിയായി. കടുക് വറുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായ പാത്രത്തിലേക്ക് ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വടക്കൂട്ടുകറിയിലോട്ട് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ വടക്കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്